ഹായ് ഹലോ ഗായ്സ്, എൻ്റെ പേര് അമൽ അജയ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിനിമ ആൻഡ് ട്രാവലിംഗ്. അപ്പോൾ ഇന്നത്തെ പോലെ നമ്മളിന്ന് ട്രാവലിംഗ് വീഡിയോ കേട്ടോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സിനിമയുടെ കുറച്ച് വിശേഷങ്ങളാണ് പറയുന്നത്. ഒരു മലയാള സിനിമയെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സിനിമയുടെ ട്രെയിലർ റിലീസായി. അത് മലയാളികൾ വൻ വരവേൽപ്പ് എന്നാണ് ആ ട്രെയിലറിന് നൽകിയത്. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് പ്രത്യേകതകളുണ്ട് ആ സിനിമയെ പറ്റി പറയാൻ. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ഒരു രീതിയിലുള്ള പടമായിരിക്കില്ല. മലയാളത്തിൽ തന്നെ ആദ്യത്തെ ഒരു എന്താ പറയുന്നത്, വേറെ ലെവൽ ഒരു നായകനെ പ്രസന്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. നിങ്ങളിപ്പോൾ തന്നെ തമിഴിനെ കണ്ടിട്ടാണ്. മലയാളത്തിൽ ആദ്യത്തെ അമാനുഷിക കഴിവുള്ള നായകനെ അവതരിപ്പിക്കുന്ന സിനിമയാണ്. അതായത് സൂപ്പർ ഹീറോ പവേഴ്സ് ഉള്ള ഒരു നായകനെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് മിന്നൽ മുരളി. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് മിന്നൽ മുരളിയെ കുറിച്ചാണ്, മിന്നൽ മുരളിയുടെ വിശേഷങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, എന്തായിരിക്കാം മിന്നൽ മുരളി? മിന്നൽ മുരളി എന്ന പടം എന്തായിരിക്കാം? രണ്ടാമത്തെയാണ് ഈ ചിത്രം, അതായത് മിന്നൽ മുരളി എന്ന ചിത്രം എന്തൊക്കെ പ്രതിസന്ധികളായിരിക്കാം നേരിട്ടിട്ടുള്ളത്? 3, മലയാളികൾ എന്തുകൊണ്ടാണ് മിന്നൽ മുരളി എന്ന ചിത്രത്തിന് ഇത്രയധികം വെയിറ്റ് ചെയ്ത് അഥവാ കാത്തിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. 4ാമത്തെ പോയിന്റ്, എന്തുകൊണ്ടായിരിക്കാം ബേസിൽ മിന്നൽ മുരളി എന്ന ചിത്രത്തിൽ ടൊവിനോ തോമസിനെ തിരഞ്ഞെടുത്തത്? ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് പോകാം, വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ എല്ലാവരും ഒരു സംശയമാണ്, എന്തായിരിക്കാം മിന്നൽ മുരളി? അതെ, അമാനുഷിക പവർ കാണിക്കുന്ന, അതായത് സൂപ്പർ ഹീറോ പവറുള്ള ഒരു നായകനെ തന്നെയാണ് ബേസിൽ ഇവിടെ ടൊവിനോയിലൂടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ മിന്നൽ മുരളിയെ കുറിച്ച് പറയുമ്പോൾ അതിൽ കുറേ റിട്ടേൺ ഡീറ്റെയിലിംഗ് തന്നെ നമ്മുടെ ആ ഒരു ട്രെയിലറിലോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാര്യം ഒരു ഗ്രാമപ്രദേശത്തെ ആയിരിക്കാം ആ സിനിമയിൽ കാണിക്കുന്നത്. ആ സിനിമയുടെ ഫിൽറ്ററിങ്, അതായത് നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുള്ള ഫിൽറ്ററിങ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു സ്റ്റണ്ട് മൂവി ആയിരിക്കാം. അതായത് ഒരു കായികപരമായിട്ട് ആളുകളെ നേരിടുന്ന ഒരു സൂപ്പർ ഹീറോയുടെ പടം തന്നെ ആയിരിക്കാം. നമ്മൾ കണ്ടിട്ടുള്ള മറ്റു സിനിമകൾ, അതായത് മറ്റ് സൂപ്പർ ഹീറോ സിനിമയിലുള്ളതുപോലെ തന്നെ ഈ സിനിമയിലും നായകന്, അതായത് സൂപ്പർ ഹീറോ പവറുള്ള അമാനുഷിക കഴിവുള്ള നായകന് ഉണ്ടാകുന്ന ഡ്രസ് കോഡ്, അതായത് ഇപ്പോൾ സ്പൈഡർമാനിന് ഡ്രസ് കോഡുണ്ട്, സൂപ്പർമാനിന് ഡ്രസ് കോഡുണ്ട്, അതുപോലെ തന്നെ ഒരു ഡ്രസ് കോഡ് മിന്നൽ മുരളിക്കുണ്ട്. ആ ഡ്രസ്സിൻ്റെ നെഞ്ചത്ത് മിന്നൽ മുരളിയുടെ ഒരു ഇടിമിന്നൽ ചിഹ്നത്തോട് കൂടിയുള്ള ആ ഒരു മാർക്ക് തന്നെ, ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു മാർക്കുള്ള ആ സൂപ്പർമാൻ്റെ എസ് ആയാലും അതുപോലെ തന്നെ ഉള്ള ഒരു എന്നൊരു ചിഹ്നം ആ ഡ്രസ്സിനകത്തുമുണ്ട്. വ്യക്തമായ ഒരു ഡ്രസ് കോഡ് തന്നെ മിന്നൽ മുരളി എന്ന നായകനെ അതിൽ കാണിക്കുന്നുമുണ്ട്. അതായത് ഒരു ടൈലറിംഗ് മെഷീൻ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്ന, അതായത് അതിൽ തുന്നി ചേർത്ത് വെക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ ആ മിന്നൽ മുരളിയുടെ ഡ്രസ് കോഡിനകത്ത് നമ്മൾ ആ ട്രീസറിനകത്ത് കണ്ടിട്ടുള്ളത്. അതുമാത്രമല്ല, ടൊവിനോ ഒരു ജീപ്പ് പൊക്കുന്നത്, ജീപ്പിന്റെ ബാക്ക് സൈഡ് ഒരു പോലീസ് ജീപ്പാണെന്ന് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് പൊക്കുന്ന ഒരു സീൻ കൂടി അതിനകത്തുള്ള. അപ്പോൾ അത്രയേറെ അമാനുഷിക പവറുള്ള ഒരു നായകനെയാണ് നമ്മളതിൽ കാണുന്നത്. ഒരു ഹോസ്പിറ്റലിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പാത്രം ചവിട്ടി വെക്കുന്ന സീൻ, അത് ഒരിക്കലും ഗ്രാഫിക്സ് അല്ല, ടീം ക്രൂ തന്നെ നമ്മളോട് പറഞ്ഞാണ്. ഒരു ഇന്റർവ്യൂവിൽ ടീം ക്രൂ തന്നെ നമ്മളോട് പറഞ്ഞാണ് അത് ഗ്രാഫിക്സ്. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എന്തുമാത്രം എഫർട്ടായിരിക്കാം ആ സിനിമയിൽ ആ ക്രൂ എടുത്തിട്ടുള്ളത്. മിന്നൽ മുരളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് നാളെ കാത്തിരിക്കുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കാം. അതായത് അമാനുഷിക പവറുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കാം മിന്നൽ മുരളിയിൽ വരാൻ പോകുന്നത്. ബേസിലിനെ സംബന്ധിച്ചിടത്തോളം ബേസിൽ ചെയ്തിട്ടുള്ള ചിത്രങ്ങളിലെല്ലാം കോമഡി, എല്ലാ സൈഡിലും കോമഡി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിലും നല്ല രീതിക്കുള്ള കോമഡി നമുക്ക് കാണാൻ സാധിക്കും. ആ ട്രെയിലറിൽ വന്നതുപോലെ തന്നെ വിജുചേട്ടൻ ഓട്ടോയിൽ ഇരിക്കുന്ന സമയത്ത് എന്താ പോകുന്ന സുനാമിയോ എന്നുള്ള ആ ഡയലോഗ് എല്ലാം നല്ല രീതിക്കുള്ള കോമഡി കാര്യങ്ങൾ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. വ്യക്തമായിട്ടുള്ള ഡ്രസ് കോഡ് ഉൾപ്പെടെയാകുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരിക്കും ആ ചിത്രം. അത് അപ്പുറമായിരിക്കാമെന്നല്ല, അപ്പുറം തന്നെയാണ് ആ ചിത്രം. ഒന്നാമത് ബേസിൽ ചെയ്യുന്ന ഒരു ചിത്രം എന്നുള്ള ഒരു ട്രേഡ് മാർക്ക് ഈ സിനിമയ്ക്കുണ്ട്. ബേസിൽ ടൊവിനോ കൂട്ടുകെട്ടി ഇതിനു മുമ്പ് വന്നിട്ടുള്ള ചിത്രമായ ഗോദ പോലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിൽ വന്നിട്ടുള്ള ആ ഒരു ടീം വർക്ക്, അത് ആ സിനിമയുടെ ഗോദ എന്ന് പറയുന്ന സിനിമയുടെ വിജയത്തിന് അത്രത്തോളം പ്രധാനമായിരുന്നു. അതുപോലെ തന്നെ ആയിരിക്കാം മിന്നൽ മുരളി. മിന്നൽ മുരളിയുടെ ട്രീസർ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത്
കുറേയൊക്കെ പ്രദേശങ്ങളിൽ ഒരു ഗ്രാമത്തിലുള്ള സൂപ്പർ ഹീറോയാണ് ഇതിൽ അവതരിപ്പിക്കുന്നതെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു ഗ്രാമപ്രദേശത്തിൽ ഉള്ള ഒരു സൂപ്പർ ഹീറോയുടെ കാര്യങ്ങളായിരിക്കാം ഇനി വരുന്ന മിന്നൽ മുരളി. ഒരുപക്ഷെ മിന്നൽ മുരളി ഒരു കള്ളനായിരിക്കാം. കാര്യം ബാങ്ക് കവർച്ച ചെയ്ത് എന്ന് ആ ട്രെയിലറിൽ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മിന്നൽ മുരളി ഒരു കള്ളനായിരിക്കാം. ചിലപ്പോൾ കായംകുളം കൊച്ചുണ്ണിയെ പോലെ ഉള്ളവൻ്റെ കയ്യിൽ നിന്നെടുത്ത് ഇല്ലാത്തവന് കൊടുക്കുന്ന പോലെ ഒരു കുറ്റവാളി, അതായത് മറ്റുള്ളവരുടെ ഭാഷയിൽ കുറ്റവാളിയും സാധാരണക്കാരുടെ ഭാഷയിൽ ഹീറോയുമായിരിക്കാം. അങ്ങനെ ഒരു കണ്ടന്റുമായിരിക്കാം മിന്നൽ മുരളി. എന്തായാലും നമ്മൾ വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന മിന്നൽ മുരളിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പറയാൻ നിങ്ങൾക്ക് തന്നെ അറിയാം, പണം കണ്ടാലേ പറ്റും. അപ്പോൾ ചെറിയ അതിനകത്ത് ആ ട്രെയിലറിൽ കൊടുത്തേക്കുന്ന ഡീറ്റെയിലിംഗ് ആണ് ഞാൻ മിന്നൽ മുരളി എന്താണ് മിന്നൽ മുരളി എന്നതിനകത്ത് പറയുന്നത്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന രണ്ടാമത്തെ പോയിന്റ് എന്നത് എന്തൊക്കെ പ്രതിസന്ധികളാണ് മലയാള ചിത്രമായ മിന്നൽ മുരളി നേരിട്ടതെന്നാണ്. നമുക്ക് വാർത്തകളിലൂടെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. മിന്നൽ മുരളിയുടെ സെറ്റിട്ട പള്ളി സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചു വന്നത്. നമുക്ക് ചിന്തിക്കാവുന്നതുള്ളൂ ഒരു മലയാള സിനിമ ഇല്ലെങ്കിൽ ഒരു സിനിമ നിർമ്മിക്കാൻ എന്തുമാത്രം ചിലവാകുന്നത്. ഒരു സെറ്റ്, അതുപോലൊരു സെറ്റ്, ആ സെറ്റ് നമ്മൾ കണ്ടതാണ്. മറ്റു വീഡിയോകളിലൂടെയും എല്ലാം നമ്മൾ ആ സെറ്റ് കണ്ടതാണ്. അതുപോലൊരു സെറ്റ് ഇടുമ്പോൾ അത് എന്തുമാത്രം ചിലവ് വരുമെന്ന് നമുക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. അത് തകർക്കുമ്പോൾ ആ സിനിമ നേരിടുന്ന പ്രതിസന്ധി, അതുമാത്രമല്ല അതിൻ്റെ സാമ്പത്തിക ചിലവ് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അതുപോലൊരു സെറ്റ് ഇടണമെങ്കിൽ ദിവസങ്ങളുടെ കഷ്ടപ്പാടാണ്. അപ്പോൾ അതുപോലെ തന്നെ അത് റീക്രിയേറ്റ് ചെയ്ത് പിന്നെയും എടുക്കുമ്പോൾ സിനിമയെ ബാധിക്കും. ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു സിനിമ കംപ്ലീറ്റ് ആക്കണമെന്നുള്ള ഒരു ടാർഗറ്റ് അവർക്കാണ്. കാര്യം അതിൻ്റെ റിലീസിങ്ങും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് തന്നെ പിന്നെ ചിലവ് പോകുന്നത് കൊണ്ട് തന്നെ ആ സിനിമ അത്രയും ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കണമെന്ന് ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു സെറ്റ് സാമൂഹ്യ വിരുദ്ധ മിന്നൽ മുരളി നേരിട്ട വേറൊരു പ്രശ്നം എന്നത് കൊറോണ തന്നെയായിരുന്നു. മലയാള സിനിമ മൊത്തം താറുമാറാക്കിയ സംഭവമായിരുന്നു കൊറോണ. അപ്പോൾ അത് മിന്നൽ മുരളിയെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു. അവരുടെ ഷൂട്ടിംഗ് ദിവസങ്ങൾ, അതായത് ഷൂട്ടിംഗ് ടൈം ടേബിൾ തന്നെ മാറ്റിമറിച്ച സംഭവം തന്നെയായിരുന്നു കൊറോണ കാരണം അവിടെ പല ദിവസങ്ങളും പല ഷെഡ്യൂളുകളും അത് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. അടുത്ത ഒരു മൂന്നാമത്തെ പ്രശ്നം എന്നത് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ആളുകൾ തടിച്ചുകൂടി അവിടെ ഒരു സംഘർഷകരമായ അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു. പിന്നെ ഷൂട്ടിങ്ങിന് കൊറോണ ആയതുകൊണ്ട് ഷൂട്ടിംഗ് സമ്മതിക്കില്ല എന്ന്, അതായത് ഷൂട്ടിങ്ങിന് അനുമതി നൽകില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ വന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പ്രശ്നമുണ്ടാക്കി. പക്ഷേ അത് പോലീസിനെ ഉപയോഗിച്ച് തന്നെ അവരുടെ ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ആ സമയത്ത്, അതായത് ഈ ഷൂട്ടിങ്ങിന് അനുമതി നൽകില്ല എന്ന് ലോക്കൽ ആൾക്കാർ പറയുന്ന സമയത്ത് പോലും അവരുടെ ടൈം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന മൂന്നാമത്തെ പോയിന്റാണ് മലയാളികൾ എന്തുകൊണ്ടായിരിക്കാം മിന്നൽ മുരളി എന്ന ചിത്രത്തെ ഇത്ര പേര് കാത്തിരിക്കുന്നു. പേരൊന്നുമല്ല, ഇതുവരെ മലയാളത്തിൽ അങ്ങനെ ഒരു ചിത്രം ഉണ്ടായിട്ടില്ല. നമുക്ക് പേരിന് പോലും പറയാൻ ഒരു സൂപ്പർ ഹീറോ ചിത്രം ഉണ്ടായിട്ടില്ല. മറ്റ് ഹിന്ദിയിലായാലും തമിഴിലായാലും മറ്റ് കന്നഡ അങ്ങനെയുള്ള ഇതിനകത്തായാൽ തന്നെ സൂപ്പർ ഹീറോസ് വന്നിട്ടുണ്ട്. തമിഴിൽ എന്തിനും വന്ന പോലെ തന്നെ ഒരുപാട് രാവണായാലും അങ്ങനെ കൃഷിയായാലും ഒരുപാട് സൂപ്പർ ഹീറോസും മറ്റ് ഭാഷകളിൽ വന്നിട്ടുണ്ട്. മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണ് സൂപ്പർ ഹീറോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമായിരിക്കാം, ഇല്ലെങ്കിൽ മലയാളത്തിലെ സൂപ്പർ ഹീറോയുടെ ദാരിദ്ര്യം, അതിന് നമുക്ക് പറയാൻ പറ്റും, ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി വരുന്ന പടം. അതുകൊണ്ട് തന്നെയായിരിക്കാം അത്രയേറെ ആൾക്കാർ ആ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും സ്റ്റാറ്റസ് നോക്കിയാലും സ്റ്റോറി നോക്കിയാലും ആ ട്രീസർ റിലീസായ ദിവസത്തെ സ്റ്റാറ്റസുകളും സ്റ്റോറികളും എല്ലാം തന്നെ മിന്നൽ മുരളിയായിരുന്നു. കാര്യം അത്രത്തോളം ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ് തങ്ങളുടെ ആദ്യത്തെ സൂപ്പർ ഹീറോ എന്തായിരിക്കാമെന്ന് അറിയാൻ വേണ്ടി. അത് തന്നെയാണ് മലയാളികൾ അപ്പോൾ നമ്മുടെ അവസാനത്തെ പോയിന്റ് ആയിട്ടുള്ള നാലാമത്തെ പോയിന്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ, അതായത് ആദ്യത്തെ നമ്മൾ 4 പോയിന്റ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു പോയിന്റ് ആയിരിക്കും എന്തുകൊണ്ടായിരിക്കാം ബേസിലിനെ പോലെ ഒരു ഡയറക്ടർ ടൊവിനോ എന്ന നായകനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഓഫ് കോഴ്സ് നമുക്കറിയാൻ പറ്റും, മലയാളികളുടെ മനസ്സിൽ ഒരു സൂപ്പർ ഹീറോ പരിവേഷമുള്ളൊരു നടനായിരിക്കാം ടൊവിനോ തോമസ്. ആയിരിക്കാമെന്നല്ല, ആണ്. കാര്യം അദ്ദേഹത്തിൻ്റെ മാനുഷികപരമായിട്ടുള്ള ഇടപെടലാണ് ആ ഒരു തലത്തിലേക്ക് ടൊവിനോയെ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പോൾ കുറേ ഹേറ്റേഴ്സ്, അതായത് ടൊവിനോ ഇഷ്ടമല്ലാത്ത ടൊവിനോയുടെ ഹേറ്റേഴ്സ് ആയിട്ടുള്ളവർ പറയും
പ്രളയാനന്തര നടൻ എന്നൊക്കെ. പക്ഷെ ഒരിക്കലും ടോവിനോ പ്രളയാനന്തര നടനല്ല. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോവിനോ എടുക്കുന്ന ഡെഡിക്കേഷൻ മലയാള സിനിമയിൽ ഒരുപാട് പേര് ഡെഡിക്കേറ്റ് ആവുന്നുണ്ട്. ഒരു ക്യാരക്ടർ, അതായത് ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരുപാട് പേര് ഡെഡിക്കേറ്റഡ് ആവുന്നുണ്ട്. പക്ഷേ ടോവിനോയെ സംബന്ധിച്ചിടത്തോളം ബേസിൽ നോക്കുമ്പോൾ ഗോദ എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ ഒരു ചെറിയ ഷോട്ടിന് വേണ്ടി ടോവിനോ തൻ്റെ ബോഡിയിൽ നടത്തിയ ട്രാൻസ്ഫോർമേഷനാണ്. നമ്മളത് അവസാന സീനിനകത്ത് ടോവിനോ തിരിച്ച് ഗോദയിലേക്ക് വരുന്നതിനകത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ, ബോഡി ട്രാൻസ്ഫോർമേഷൻ നോക്കിയാൽ മതി. അതിനു മുമ്പുള്ള ബോഡിയിൽ ഓഫ്കോഴ്സ് ബോഡി ബിൽഡറാണ് ടോവിനോ, എന്നാൽ പോലും ആ എടുക്കുന്ന എഫർട്ട് അത് നമ്മൾ കാണാതെ പോയത്. അപ്പോൾ ഒരു സൂപ്പർ ഹീറോയെ അവതരിപ്പിക്കുമ്പോൾ ബേസിലിന് വേറൊരു ഓപ്ഷൻ തന്നെയില്ല. കാര്യം ബേസിൽ ടോവിനോ കൂട്ടുകെട്ട് മുമ്പുണ്ടായിരുന്ന കൂട്ടുകെട്ട് വൻ വിജയമായിരുന്നപ്പോൾ ഇത് അതിനേക്കാളും വിജയമായിരിക്കുമെന്ന് ബേസിലിന് മനസ്സിലാവും. അതുമാത്രമല്ല, സൂപ്പർ ഹീറോ പരിവേഷമുള്ള മലയാളികളുടെ മനസ്സിൽ സൂപ്പർ ഹീറോ പരിവേഷമുള്ള ടോവിനോ ആകുമ്പോൾ ഒരു സൂപ്പർ ഹീറോ ടോവിനോയുടെ നമ്മൾ ഏറ്റവും കൂടുതൽ പങ്കുവെച്ചിട്ടുള്ള ചിത്രമായിരിക്കാം സൂപ്പർമാൻ്റെ ടീഷർട്ട് അണിഞ്ഞുകൊണ്ടുള്ള ചിത്രം. ഫാൻസുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ചിത്രം കൂടിയായിരിക്കാം സൂപ്പർമാൻ്റെ ആ ഒരു ടീഷർട്ട്. അപ്പോൾ ബേസിൽ ഒന്ന് ചിന്തിച്ചപ്പോൾ മലയാളികൾക്ക് ഓൾറെഡി ഒരു സൂപ്പർ ഹീറോ ഉണ്ട്, ആ സൂപ്പർ ഹീറോയെ തന്നെ എന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്തുകൂടാന്ന് ബേസിൽ തോന്നി കാണാം. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മളുടെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് അടങ്ങുന്ന, അതായത് മുന്നൻ മുരളി എന്ന മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ചിത്രത്തിൻ്റെ ചെറിയ ചെറിയ ഡീറ്റെയിൽ അടങ്ങുന്ന കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ വേറൊരു കാര്യം, കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ അതായത് നമ്മൾ കൊല്ലം ബീച്ചിൽ പോകുന്ന ഒരു ചെറിയ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത് വീഡിയോ ഇടാൻ വേണ്ടി ചെയ്തതല്ല, അത് വേറൊരു കാര്യം അതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ ചെയ്ത വീഡിയോ ആണ്. കാര്യം അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു ചികിത്സാ സഹായം തേടുന്ന ഒരു കുട്ടിയുടെ വീഡിയോ ഇടാൻ വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ 2-3 പേരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു, എന്തുവാ അതൊക്കെ കാണിച്ച് വൈറലാവാനാണോ, അല്ലെങ്കിൽ അത് കാണിച്ച് യൂട്യൂബിൽ എന്തെങ്കിലും ആവാനാണോ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് വേറൊന്നും പറയാനില്ല. ഞാൻ ഇതിന് മുമ്പായാലും എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇനിയും ഞാൻ അത് കണ്ടിന്യൂ ചെയ്യും. കാര്യം എൻ്റെ വീഡിയോ തോന്നിയ കാണില്ല. കോവിഡിൽ പോയി കഴിഞ്ഞാൽ ഒരു 200 പേരെന്ന് പറയാൻ തന്നെ കാണുന്നില്ല. 200 പേരിൽ അകത്തുള്ള ആൾക്കാർ, അതിൽ ഒരാളെങ്കിലും 100 രൂപ അയച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഉപയോഗപ്പെട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ എന്നെ തരുമ്പോൾ ഇനിയും ഞാൻ അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൂടി കൊടുത്തേക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്യുക. ഓഫ് കോഴ്സ് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താണെങ്കിൽ ഡിസ്ലൈക്ക് തന്നെ ചെയ്യണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഡിസ്ലൈക്ക് തന്നെ ചെയ്യണം. കാര്യം ഞാൻ വീഡിയോയുടെ ആ ലെവലങ്ങ് മാറ്റും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണുന്നത് വരെ ബൈ ബൈ. കൊറോണ ആണ്, എല്ലാവരും സൂക്ഷിക്കണം. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ നിപ്പ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പറയുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ. ഇതാണ് എൻ്റെ അമ്മ. എൻ്റെ പേര് സോബില. ഞാൻ തിരൂർ സ്വദേശിനിയാണ്. എനിക്ക് 22 വയസ്സാണ്. ഇത് ഞങ്ങളെ സ്നേഹം കൊണ്ട് മാത്രം സ്നേഹിച്ചു കൊല്ലുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഹൃദയത്തിൻ്റെ ഇരുവാലുകളും തകർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ ഇന്നലെ പൈസ എല്ലാം എടുക്കാൻ. ഞങ്ങൾ 27 വർഷമായി വാടകയ്ക്കാണ്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. ഇന്ന് എൻ്റെ അമ്മയെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ മക്കൾക്ക് ആരുമില്ല. എൻ്റെ മക്കളെ രക്ഷിക്കണം. അതിന് എന്ത് വേണ്ട എൻ്റെ മക്കൾക്ക് ചെയ്തു കൊടുക്കണം. ഞാനല്ലാതെ എൻ്റെ മക്കൾക്ക് ആരുമില്ല. നിങ്ങളെല്ലാവരും എൻ്റെ മക്കളെ രക്ഷിക്കണം. അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെട്രോ ആശുപത്രിയിൽ തിരൂർ സ്വദേശിയായ സുലോചന അമ്മയുടെ അടുത്താണ്. സുലോചന അമ്മയുടെ വളരെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളോട് പങ്കുവെക്കാനാണ് പ്രിയപ്പെട്ടത് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. 2 ദിവസം മുമ്പേ സുലോചന അമ്മയുടെ ഈ മകളെ വിളിച്ച് ഞങ്ങളുടെ അമ്മയെ രക്ഷിക്കണം, ഒരു നിവൃത്തി നിർവാഹമില്ല, അമ്മയുടെ വാൾവ് രണ്ടും തകരാറിലായി, ഉടനടി തന്നെ അത് മാറ്റിവെച്ചില്ലെങ്കിൽ അമ്മയുടെ ജീവന് തന്നെ അപായം സംഭവിക്കുമെന്ന് പറഞ്ഞ സമയത്ത് വളരെ സങ്കടത്തോടു കൂടി ആ മോളുടെ വാക്കുകൾ കേട്ട സമയത്ത് നമ്മൾ വന്ന് ഈ വീഡിയോ ഒന്ന് ചെയ്യുകയാണ്. അതേപോലെ ആ മണ്ഡലത്തിലുള്ള MLA സാക്ഷ്യപത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. ഹോസ്പിറ്റലുകാർ ഏകദേശം 8 ലക്ഷം രൂപയാണ് ഈ ഒരു സർജറിക്ക് ആവശ്യപ്പെട്ടുള്ളത്. 2 വാൾവും പൂർണ്ണമായി തകരാറായിട്ടാണത്. ഉടനടി തന്നെ സർജറി നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒരു വീട് പോലും സ്വന്തമായിട്ടില്ലാത്ത വാടകയ്ക്ക് താമസിക്കുന്ന വളരെയധികം വേദനയിൽ ഒരു കുടുംബമാണ്. ഇവർക്ക്
ഒരു മാർഗ്ഗമില്ല, ഒരു സഹായം ലഭിക്കാൻ ഒരു സാധ്യതയില്ല. ഈ മോളുടെ കരച്ചിൽ കണ്ടിട്ട് എന്തെന്നാ ഞാൻ പറയുന്നത്, എനിക്ക് അറിയില്ല എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടത്. വളരെ സങ്കടത്തോടു കൂടി ഇവരുടെ വേദന മനസ്സിൽ തട്ടിയാണ് പറഞ്ഞ പ്രിയപ്പെട്ടവർ സഹായിക്കണം. നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഈ അമ്മയുടെ അവസ്ഥ, ഈ അമ്മ ഇല്ലാതായാൽ ഈ മക്കൾ പോലും ജീവിക്കില്ല എന്ന് പറഞ്ഞിട്ട് കരയുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് സഹായിക്കുക, പറ്റുന്ന രീതിയിൽ സഹകരണങ്ങൾ ചെയ്യുക. ഈ കുടുംബത്തിന്റെ അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും ഒക്കെ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യണം. അതേപോലെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പഠിച്ചവന് മുൻനിർത്തി ഞാൻ അപേക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ